ഇതേപോലെ ഒരു വണ്ടി എടുക്കണം. എങ്ങനെയും 10-25,000 രൂപയാവും. പക്ഷേ പൈസക്ക് ജോലിക്ക് പോകണമല്ലോ ഭഗവാന്. എങ്ങനെ ഒപ്പിക്കാൻ ആരെങ്കിലും പറ്റിച്ച് ഒരു വണ്ടി ഇതേപോലെ. പുതിയ വണ്ടി എടുത്താടാ? ഇല്ല, എനിക്ക് ഇതേപോലത്തെ ഒരു വണ്ടി എടുക്കണോടെ. ഇതാ കോവിൽ വന്ന് ആരെയും വണ്ടി ഇറക്കി അവർ നോക്കാം. അവര് ചെറിയ വണ്ടി മോട്ടിക്കാൻ വന്നിരിക്കുന്നത്. അത് ഞാൻ വേറെ ഒന്നും ചെയ്തില്ലല്ലോ, നോക്കിയല്ലേ ഉള്ളൂ വണ്ടിയിൽ. ചില പയ്യന്മാര് പെണ്ണുങ്ങളെ നോക്കില്ലേ, അന്തം വിട്ട് നോക്കാം. ആ നോട്ടമാണല്ലോ ഈ വണ്ടി നോക്കാം. എടേ, നീ ഇങ്ങനെയുള്ള മോശമായ അഭിപ്രായം പറയാതളിയാ. എങ്ങനെയെങ്കിലും ഈ വണ്ടി സ്വന്തമാക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞതാണ്. എന്റെ ഐഡിയക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല. പൈസ ഉണ്ടാ സാധനം വാങ്ങാം. അല്ല, പൈസ ഉണ്ടാക്കുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകണം. എന്നാ പണിക്കും ആഗ്രഹമുള്ള ആള് തന്നെടേ ഞാൻ. പക്ഷെ ഈ മുടിഞ്ഞ വെയിലും ഈ വലിയ സിമെന്റ് ഓളവെച്ചില്ലേ, ഇതൊക്കെ തൂക്കി കൊടുക്കണ്ടേ ഒരാൾ കെട്ടാനൊക്കെ. ഓ, അത് ആലോചിച്ചാൽ ശരി. എനിക്ക് മുമ്പ് ഒരു പണി ഉണ്ടായിരുന്നു കേട്ടാടെ. എന്തോ പണി? ഐസ് കെട്ടെ പെയിന്റ്. എന്നിട്ടാണ് പുല്ല് നീ ഇത് കളഞ്ഞിട്ട് വന്നത്. ഗ്യാസ് നിൽക്കുമ്പോൾ നിന്നൂടായിരുന്നു എനക്ക് അവിടെ. വെള്ളത്തിന്റെ ഭയങ്കര അലർജിയുടെ, അതുകൊണ്ട് ഞാൻ മതിയായി. എനിക്ക് ഒപ്പിച്ചാടാ, ഞാൻ പോടാ പുല്ല്. ഒരു ബംഗാളി വന്നു. ഇപ്പൊ ബംഗാളികളാകുമ്പോൾ ഐസായിരുന്നു നടപ്പാൻ ഭയങ്കര തൊലിക്കെട്ടിരുന്നു. അവന്മാർ ചെയ്യാന്ന്. എടേ, ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാളിയാ. എങ്ങനെയും ഒപ്പിച്ചാടാ. ഗ്ലൗസ് ഇടുന്ന വേറെ പണിയുണ്ട്. ഞാൻ ഒന്ന് വിളിച്ചോ കേട്ടാ. നിന്റെ ഫോൺ ഞാൻ എടുക്കണം. ഫോണ് പട്ട തൊലിയല്ലേ. ഹലോ, അടാ നമ്മളൊരു പയ്യടാ. ജോലിയൊന്നുമില്ല, അവൻ തെണ്ടി തിരിഞ്ഞാടാ. ഒരു ചെലന്തി വില പിടിച്ച ജീവിതം. അവൻ പോവെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പോവും. പോവില്ലേടാ? പോവാ. പിന്നെ ഇപ്പൊ റിസ്ക് ഉണ്ട്. പോവോ? കുഴപ്പമില്ല. ആ വെള്ളം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അവൻ എടാ, അതവൻ എന്തിനു വേണമെങ്കിലും അവൻ ചെയ്യും. ഓ, പിന്നെ ഭക്ഷണം അത് കുഴപ്പമില്ല. അവൻ അത് എന്തെങ്കിലുമൊക്കെ ഉരുളക്കിഴങ്ങാലും മതിയല്ല. അവിടെ മഞ്ഞപ്പൊടിയും ചോറായാലും കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം. ആ, മഞ്ഞപ്പൊടി ചോറായാലും മതി, അവൻ കഴിച്ചോളാം. ആ, ശരി ഓക്കെടാ. സന്തോഷായി. എങ്ങനെ പണി റെഡി. സെറ്റായോ? പണി റെഡി. എന്നോട്ട് പോവാ ഞാൻ. ഇതിലുണ്ടോ അങ്ങനെ നമ്പർ? നീ നാളെ രാവിലെ തമ്പാനൂര് ചെല്ലണം. അവിടെ നിന്ന് കോവളം ബീച്ച് വണ്ടിയുണ്ട്. കോവളം അറിയാമോ? നീ കേട്ടിട്ടുണ്ടാ? ആ ബീച്ചിന്റെ അവിടെ നീ അങ്ങ് പോയി നിൽക്കണം. അപ്പോഴും നമ്മൾ ആ പണിക്കാര് സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ വരും. അപ്പോഴും നീ അവരുമായിട്ട് കണ്ട് സംസാരിച്ച് കാര്യം ചെയ്തായി നിന്റെ കാര്യത്തിനൊരു തീരുമാനമാവും. അളിയാ, കോവളം ബീച്ചിലെ പണി. ഞാൻ മദാമ്മമാരെ കണ്ട് മരിക്കും. ഫോൺ ഉപയോഗിക്കാൻ പറ്റൂടെ അവിടെ? അല്ലടേ, നീ പണിക്കാ പോണത് ഫോൺ ഉപയോഗിക്കാനാ പോണത്. ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? ഇല്ലളിയാ, ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നാലേ വിശ്രമവേളകള് ആനന്ദകരമാക്കല്ല. അത് കൊള്ളാം കേട്ടോ. വിശ്രമകാരങ്ങൾ ആനന്ദരല്ല. അവിടുത്തെ കോവളം പോലീസ് വീഡിയോ നല്ല വെറുതെയിരിക്കും. അയ്യോ, എന്നാ ഞാൻ ഫോണെ കൊണ്ടുപോണില്ല. എന്റെ ജോലിയുടെ സ്വഭാവം എന്തോന്നുണ്ട്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എങ്ങനെ ഞാൻ പോണോന്നൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കൊന്ന് ചിന്തിച്ച് പോവായിരുന്നല്ലോ. ഈടാ പൊട്ടാ, നീ കോവളം ബീച്ചിലല്ലേ നിൽക്കുന്നത്? നീ കടൽ കണ്ടോ നല്ല വിശാലമായിട്ട് കിടക്കണേ? അതിനൊന്ന് പച്ച പെയിന്റ് അടിച്ച് മാറ്റണം. അളിയാ, നല്ല കളറല്ലേ നീല കടലിൽ കിടക്കുന്നില്ലേ? ഇനി അത് പച്ച അടിച്ച് മാറ്റണ എന്തിന്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടാ? നമ്മളെ കടലൊക്കെ സർക്കാർ അങ്ങ് വിറ്റ്. അപ്പോഴേ വാങ്ങിച്ചവര് പറഞ്ഞു ഇത് ഈ കളർ മാറ്റി പച്ച അടിച്ചു കൊടുക്കാം. കാരണം നാളെ ഇവർ അവകാശവും പറഞ്ഞുകൊണ്ട് പോവാ. അതുകൊണ്ട് പറ്റില്ല എനിക്ക് പണിക്ക് പോവാൻ. അളിയാ, അപ്പൊ അമ്മ കടലും വിറ്റാ? എടി, നീ നാട്ടിലല്ലേ ജീവിക്കുന്നത്? എല്ലാം വിറ്റ് ഇനി വിൽക്കാനൊന്നുമില്ല. എന്തൊരു പുല്ലോ. എനിക്ക് 10 ദിവസം ജോലി കിട്ടിയാൽ അത് കിട്ടും. പെയിന്റ് അവർ വാങ്ങിച്ചു തരുമല്ലോ. പെയിന്റ് കാര്യം വാങ്ങിച്ചു നീ വയ്യാതെ. അപ്പൊ ശരി, പോട്ടാ. രാവിലെ ശരി. ഇതേ കണ്ടവന്റെ ഹെൽമെറ്റ് അവിടെ വെച്ചിട്ട് നീ പോകുമ്പോ അമ്മാര് വിചാരിക്കും ഞാൻ മോട്ടിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് പോടാ. അതെ, ഈ പണി കിട്ടിയ സന്തോഷം കംപ്ലീറ്റ് ക്ലീൻ പോയാൽ നടക്കാം. ശരി, അപ്പം കാണാം, പോട്ടാ. ശരി. അല്ലളിയാ, പിന്നെ ഒരു കാര്യം, ഒരുപാട് സന്തോഷം കേട്ടാളിയാ. ഒരുപാട് നന്ദി. ഇതൊക്കെ നമ്മള് കർത്തവ്യമില്ല. നിന്നെ പോലത്തെ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു പൊസിഷനിൽ എത്തിക്കാൻ. ഇതേപോലത്തെ വണ്ടിയില്ലേ, അതുകൊണ്ട് എനിക്ക് സെറ്റാക്കി തരണം കേട്ടാ. അതൊക്കെ ഞാൻ ശരിയാക്കി തരാടെ. നീ പോണെങ്കിൽ പോടെ. ശരിയല്ലേ? അപ്പം കാണാം. താങ്ക് യുടാ. അയ്യോ, ഇങ്ങനെ ചില പൊട്ടന്മാര്. ഞാൻ പറഞ്ഞ വിശ്വസിച്ചിട്ടാവും പെയ്യല്ല. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ചില പൊട്ടന്മാര് പറഞ്ഞിങ്ങനെ നമ്മളെ പറ്റിക്കണുണ്ട്. ദൈവം മനുഷ്യന് മറക്കാനുള്ള കഴിവ് കൊടുത്തോണ്ട് ഇതെല്ലാം സഹിച്ചും പോച്ചും ഒക്കെ പോണം. ഇനിയിപ്പോ അവിടെ പോയിട്ട് പെയിന്റ് വാങ്ങിച്ച് കിട്ടിയിരുന്ന എന്നെ അടുത്ത് ഇടിക്കുമോ? അവൻ്റെ അടുത്ത് പറയാം യാത്ര ഫുള്ളായിരുന്നു എന്ന് പറയാം. പൊട്ടായി.